ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു ഊട്ടി ട്രിപ്പ് പോയത് തന്നെ. അവിടുത്തെ കുറച്ച് വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് വെച്ചാൽ ഇപ്പം ഭയങ്കര തണുപ്പാണ്. രാവിലെ മഞ്ഞ് മൂടി ഒന്നും കാണുന്നില്ല. അത്രയും പുറത്തൊക്കെ ജാക്കറ്റ് ഇതൊക്കെ ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. പിന്നെ അവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. 2 ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാണാനൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അവിടുന്ന് എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്, സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഉള്ള സംഭവങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് എങ്ങനെ നിർമ്മിക്കുന്നത് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. വേണമെങ്കിൽ അവിടുന്ന് വാങ്ങിക്കാനും പറ്റും. നമുക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് അവർ തരും. പൈസ കൊടുത്തിട്ട് നമുക്ക് എത്ര ചോക്ലേറ്റ് വേണം, നല്ല ഫ്രഷ് ചോക്ലേറ്റ് കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. വീഡിയോയിൽ കുറേ കൊള്ളിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്തത്. പിന്നെ ഒരുപാട് കാണേണ്ട സംഭവങ്ങളുണ്ട്. നിങ്ങൾ ഒരു പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഒരു ഊട്ടി യാത്ര നല്ലതാണ്. അത്രയും നല്ല സംഭവങ്ങളുണ്ട്. രാവിലെയൊക്കെ മൊത്തം മഞ്ഞ് മൂടി, ഒന്നും പറയണ്ട, അത്രയും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവിടെ ഒരിക്കൽ പോയവർക്ക് അറിയാം അവിടുത്തെ ഇതൊക്കെ. പിന്നെ കുതിര സവാരി അങ്ങനെയൊക്കെ ഉണ്ട്. അവിടെയുള്ള ഫുഡുകളൊക്കെ നല്ല ഫുഡാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത നല്ല ഫുഡൊക്കെ കിട്ടും. പിന്നെ നല്ല റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താമസിക്കാനൊക്കെ നല്ല റൂമൊക്കെ ഉണ്ട്. നമ്മളിതൊരു പാർക്കിലേക്ക് പോയതാണ്. പിന്നെ നമുക്ക് ഇനിയും പോകാനുണ്ട്. പിന്നെ സമയത്തിൻ്റെ പരിധി കൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഒരുപാടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുകളൊക്കെ ചെറിയ ചെറിയ വീടാണ്. പക്ഷെ അടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകളുണ്ടാവും. പിന്നെ വീടുകളൊക്കെ ഒരു കളർഫുൾ പെയിൻറ്റിങ്ങാണ് അവർ ചെയ്യുന്നതാണെന്ന്. പിന്നെ ഒരുപാട് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഇതൊക്കെ കണ്ടാൽ ഇതൊക്കെ മഞ്ഞ് ഇതായതാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നുണ്ട. നമ്മൾ മേലെ ആകാശം കാണുന്നത് പോലെ ഇല്ലേ കാണുമ്പോൾ? ഒരു കടലിൽ നമ്മൾ കാണുന്നില്ലേ, അതുപോലെ മഞ്ഞ് മൂടി കിടക്കുന്ന. ഇതൊക്കെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതൊക്കെ തേയിലത്തോട്ടമാണ് കേട്ടോ. കുറച്ചങ്ങോട്ടൊക്കെ തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ടാവും. പിന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് അടുത്തടുത്തായിട്ട് ഒരുപാട് വീടുകൾ തന്നെ ഒരുപാട് കാണാനുണ്ട്. നമുക്ക് ഒരുപാട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ.
ഇതൊക്കെ കടൽ പോലെ കാണുന്നതൊക്കെ മഞ്ഞാണ്. നല്ല മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട. പക്ഷെ അതിനനുസരിച്ച് നല്ല തണുപ്പും ഉണ്ട് അവിടെ. നമ്മൾ പറയാൻ കഴിയില്ല, ഒരു ഭയങ്കര ഒരു തണുപ്പാണ്. ഇവിടെ കാണാമെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, പറഞ്ഞാൽ തീരില്ല, അത്രയും ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അവിടെ അങ്ങനെ താമസിച്ച് ഓരോ ദിവസമായിട്ട് യാത്ര ചെയ്യണം. അത്രയും ഒരുപാട് ഇവിടെ എന്ന് വെച്ചാൽ അടുത്തടുത്ത് വീടുകൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വരാം. പിന്നെ നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്.